മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ 1,10,00,000 രൂപ അനുവദിച്ചു. ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ധനമന്ത്രിയാണ് ഇന്ന് തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങുന്നത്. എല്ലാരും അറിഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങാൻ പോകുന്നു. 1,10,00,000 രൂപയുടെ കാറാണ് വാങ്ങാൻ പോകുന്നത്. ഓൾറെഡി 2 കാർ ഉണ്ട്. അതിന് പുറമെയാണ് ഇത്രയും രൂപ മുടക്കി പുതിയ കാറ് വാങ്ങാൻ പോകുന്നത്. എന്താ അല്ലേ? എത്രയോ പാവപ്പെട്ട ആൾക്കാര് പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ കുറച്ച് പൈസ പെൻഷൻ കൂട്ടിക്കൊടുക്കുക, അതില്ല. ഈ വയസ്സാം കാലത്ത് മുഖ്യമന്ത്രിക്ക് 1,10,00,000 രൂപയുടെ കാറ് സമ്മതിക്കണം കേട്ടോ. കാർ ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, 2 കാർ ഓൾറെഡി ഉണ്ട്. എന്നിട്ടും ഭയങ്കര സാമ്പത്തികമായി ഞെരുക്കത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനൊക്കെ എതിരെ ആര് പ്രതികരിക്കാനാ? ആരെങ്കിലും പ്രതികരിച്ചാലോ പ്രതികരിക്കുന്നവർ കുറ്റക്കാരാകും. എന്ത് പറയാനാണ്?